UK-യിൽ പഠിക്കാനോ ജോലി ചെയ്യാനോ പദ്ധതിയിടുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഇനി അത്ര എളുപ്പമാവില്ല കാര്യങ്ങൾ. 2025 ജനുവരി മുതൽ ചെറിയ മാറ്റങ്ങൾ വരികയാണ്. UK-യിൽ പഠിക്കാനോ കുടിയേറാനോ ആഗ്രഹിക്കുന്നവർക്ക് നിലവിലുള്ളതിനേക്കാൾ 11% കൂടുതൽ സാമ്പത്തിക കരുതൽ ധനം കാണിക്കേണ്ടതായി വരും. കുടിയേറ്റം ഭവന നിർമ്മാണത്തിലും സമ്പദ് വ്യവസ്ഥയിലും ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കാനുള്ള UK സർക്കാരിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് ഈ മാറ്റം. UK പഠന വിസയ്ക്ക് അപേക്ഷിക്കുന്ന രാജ്യാന്തര വിദ്യാർത്ഥികൾ ജീവിത ചെലവുകൾ വഹിക്കുന്നതിന് മതിയായ ഫണ്ടുകളുടെ തെളിവുകൾ കാണിക്കേണ്ടതായി വരും. ലണ്ടനിലെ കോഴ്സുകൾക്ക് പ്രതിമാസം £1483, അതായത് 1.5 ലക്ഷം രൂപ. ലണ്ടന് പുറത്തുള്ള കോഴ്സുകൾക്ക് പ്രതിമാസം £1136 തെളിവ് കാണിക്കേണ്ടത്. ഒരു വർഷത്തെ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് ലണ്ടനിൽ മൊത്തം £13,347, അതായത് 14 ലക്ഷം രൂപയും ലണ്ടന് പുറത്ത് £10,224 കാണിക്കേണ്ടത്. വിസ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് 28 ദിവസമെങ്കിലും ഈ ഫണ്ടുകൾ കൈവശം വെക്കേണ്ടതായിട്ടുണ്ട്. നിലവിൽ ജീവിത ചെലവ് ലണ്ടനിൽ പ്രതിമാസം £1,334, മറ്റ് പ്രദേശങ്ങളിൽ £1,023 കണക്കാക്കുന്നത്. ആദ്യമായി വിസ അപേക്ഷിക്കുന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾ ജീവിത ചെലവും താമസവും വഹിക്കുന്നതിന് കുറഞ്ഞത് £38,700 വരുമാനം ഉണ്ടായിരിക്കണം. ഹോം ഓഫീസ് അംഗീകരിച്ച UK തൊഴിലുടമയുടെ സ്പോൺസർഷിപ്പും അവർക്ക് ഉണ്ടായിരിക്കണം. തൊഴിലുടമ സ്പോൺസർ ചെയ്യാത്ത അപേക്ഷകർ അപേക്ഷിക്കുന്നതിന് 28 ദിവസത്തേക്ക് ആവശ്യമായ ഫണ്ട് കൈവശം വച്ചിട്ടുണ്ടെന്ന് കാണിക്കേണ്ടതുണ്ട്. ടൂറിസ്റ്റ്, ഫാമിലി, സ്പോർട്സ്, ചൈൽഡ്, സ്റ്റുഡൻറ് വിസ എന്നിവയുൾപ്പെടെ ഒന്നിലധികം വിഭാഗങ്ങളിലുള്ള വിസ ഫീസിൽ ചെറിയ വർധനവ് ഉണ്ടാകും. വികലാംഗരായ അപേക്ഷകർ, പരിചരണം നൽകുന്നവർ, ആരോഗ്യ സംരക്ഷകർ, പ്രത്യേക കഴിവുകളെ അടിസ്ഥാനമാക്കിയുള്ള റോളുകൾ തുടങ്ങിയ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് ഫീസ് ഇനത്തിലെ ഇളവുകൾ തുടരും. 28 ദിവസം മതിയായ ഫണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നിങ്ങളുടെ അക്കൗണ്ടിലെ ബാലൻസ് 30 ദിവസത്തിൽ കൂടുതൽ പഴയതാകരുത്. നിങ്ങളുടെ അപേക്ഷ നിരസിക്കപ്പെടുന്നത് ഒഴിവാക്കാൻ നിങ്ങൾ ഈ നിയമങ്ങൾ ശ്രദ്ധാപൂർവ്വം പാലിക്കണം. നിങ്ങൾ UK-യിൽ ജോലി ചെയ്യാനോ പഠിക്കാനോ പദ്ധതിയിടുകയാണെങ്കിൽ പുതിയ ആവശ്യകതകൾ ഉടൻ പ്രാബല്യത്തിൽ വരുന്നതിനാൽ ഇപ്പോൾ തന്നെ ബജറ്റ് തയ്യാറാക്കാൻ തുടങ്ങുന്നതാണ് നല്ലത്. അതേസമയം UK സർവകലാശാലകളിലേക്ക് അപേക്ഷിക്കുന്നതിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ വൈമുഖ്യം കാണിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. 2022-23 കാലയളവിൽ 1,39,914 വിദ്യാർത്ഥികൾ അപേക്ഷിച്ചപ്പോൾ 2023-24 വരെയുള്ള കാലഘട്ടത്തിൽ 1,11,329 കുറഞ്ഞു. അതായത് 20.4% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൊഴിൽ സാധ്യതകളുടെ കുറവും ചില നഗരങ്ങളിൽ അടുത്തിടെ വന്ന കുടിയേറ്റ വിരുദ്ധ കലാപങ്ങളുമെല്ലാം ഈ ഇടിവിന് കാരണമായെന്ന് UK-യിലെ ഇന്ത്യൻ വിദ്യാർത്ഥി ഗ്രൂപ്പുകൾ പറഞ്ഞതായാണ് PTI റിപ്പോർട്ട് ചെയ്തിരുന്നത്. ആശ്രിതർക്കുള്ള കൺസർവേറ്റീവ് നിരോധനം, പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയെക്കുറിച്ചുള്ള ആശയക്കുഴപ്പം, വിദഗ്ധ തൊഴിലാളികളുടെ ശമ്പള പരിധിയിലെ വർധനവ്, UK-യിൽ ജോലിയുടെ അഭാവം എന്നിവയുൾപ്പെടെ നിരവധി കാരണങ്ങൾ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഇടിവിന് കാരണമാണ്.